സോൻ അവന്റെ ഡ്രസ്സിന്റെ പോക്കറ്റിൽ നിന്നും സോങ്ങിന്റെ ഒരു കമ്മലൊക്കെ കിട്ടുകയാണ്. സോ അത് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആയിരുന്നു ഇത് സോങ്ങിന്റെ കമ്മലല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ലൂവും അവിടേക്ക് എത്തുന്നത്. ഇന്നലെ സോങ്ങിന്റെ വീട്ടിൽ പോയപ്പോഴത്തേക്കും ഈ ഒരു കമ്മലൊക്കെ അറിയാതെ എന്റെ കയ്യിൽ പെട്ടുപോയതാണെന്നൊക്കെ സു പറയുകയാണ്. ഇതൊരു ചാൻസ് ആണ്. ഈ ചാൻസ് മുതലാക്കിക്കൊണ്ട് നീയും അവളെ ഡേറ്റിന് വേണ്ടി വിളിക്കണമെന്നൊക്കെ ലൂവും പറഞ്ഞു കൊടുക്കുന്നു. അവളും എന്നോട് ഇതുപോലത്തെ ഒരു കാര്യമൊക്കെ പറഞ്ഞതായിട്ട് എന്റെ ഓർമ്മയിലുണ്ട്. അവൾക്ക് എന്തോ ഒരു മറുപടിയും ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എത്ര ആലോചിച്ചിട്ടും എന്ത് മറുപടി ആയിരുന്നോ ഞാൻ കൊടുത്തതെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല എന്നൊക്കെ സൂവും പറയുന്നു. അങ്ങനെ ഇരിക്കെ സൂവും ഒരു ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തതിന് ശേഷം നിന്റെ കമ്മൽ എന്റെ കയ്യിൽ ഉണ്ടെന്നൊക്കെ അവനും പറയുകയാണ്. നീ എപ്പോഴാണ് അത് തിരിച്ചു തരുക എന്നൊക്കെ അപ്പോൾ തന്നെ സോങ്ങും ചോദിക്കുന്നു. അങ്ങനെ ലൂവും എന്തൊക്കെയാണ് ടൈപ്പ് ചെയ്യേണ്ടതെന്നൊക്കെ സൂന് പറഞ്ഞു കൊടുക്കുന്നു. അത് വളരെയധികം ഭയങ്കരമായിട്ടുള്ള രീതിയിലുള്ള ഡയലോഗ്സ് ഒക്കെ ആയിരുന്നു. അത് കേൾക്കുമ്പോൾ തന്നെ സോം ഇതൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ എത്രയോ ഗേൾസിനെ ഡേറ്റ് ചെയ്തതാണ്. എന്റെ എക്സ്പീരിയൻസ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നീ ഇങ്ങനെ തന്നെ വേണം റിപ്ലൈ ഒക്കെ അയക്കുവാനായിട്ടെന്ന് ലൂ നിർബന്ധം പിടിക്കുന്നു. അങ്ങനെ ഇരിക്കെ ഡിന്നറിനും കൂടി ക്ഷണിച്ചുകൊണ്ട് ഒരു മെസ്സേജ് കൂടി അയക്കുവാനായിട്ട് അവൻ ആവശ്യപ്പെടുകയാണ്. ഇനി ആ ഒരു മെസ്സേജ് ഒക്കെ സോങ്ങിന് വന്ന് കഴിയുമ്പോൾ തന്നെ ഹാനും ഇതൊക്കെ എന്ത് പൈങ്കിളിയായിട്ടുള്ള ഡയലോഗ്സ് ആണെന്ന് പറയുന്നുണ്ട്. എന്തായാലും ആ ഒരു മെസ്സേജ് അയച്ചത് സോ ആണെന്ന് പോലും അവർ സംശയിക്കുന്നു. പിന്നീട് ഡിന്നറിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ സോങ്ങും പോകുവാനായിട്ട് തയ്യാറെടുക്കുന്നു. സോങ്ങും ഒരു പ്രൊഡക്റ്റ് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വാക്സിനൊക്കെ എടുക്കാനായിട്ട് പോയ സമയത്ത് പല ഗേൾസിനും ടാമ്പോൺസ് ഒക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന കാര്യം പോലും അറിയിക്കുകയില്ല എന്ന് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ നമ്മളും ഈ പ്രൊഡക്ട്സിനെയൊക്കെ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടെന്നൊക്കെ ആയിരുന്നു അവളും പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പോൾ ടാമ്പോൺസ് ഒക്കെ ഓർഡർ ചെയ്ത കൂട്ടത്തില് അവർക്ക് 2 ടോയ്സ് കൂടി കിട്ടുകയാണ്. ഇനി ആ ഒരു കമ്പനി ആകട്ടെ വളരെ നല്ല രീതിയിലൊക്കെ പ്രൊഡക്ട്സ് വിറ്റുകൊണ്ടിരിക്കുന്നതാണ്. അവർ ഏത് രീതിയിലുള്ള മാർക്കറ്റിംഗ് ഒക്കെ ആയിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നതെന്ന് അറിയുവാനായിട്ട് അവളും അതുമായി ബന്ധപ്പെട്ട കുറച്ചുകൂടി റിസർച്ചസ് ഒക്കെ ചെയ്തു നോക്കുന്നു. ടാങ്ങിന്റെ സെമിനാർ ഒക്കെ നടക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ അവൾക്ക് വന്നിരിക്കുകയാണ്. അവളും ആ ഒരു സെമിനാറിൽ പങ്കെടുക്കുവാനായിട്ട് തീരുമാനിക്കുന്നു. ഇ കൊമേഴ്സ് എന്ന സബ്ജക്റ്റിനെ കുറിച്ചൊക്കെ ആയിരുന്നു ടാങ്ങും ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. അതിനിടയ്ക്ക് ക്ലാസ്സിലുണ്ടായിരുന്ന ഗേൾസ് എല്ലാവരും തന്നെ അവന്റെ വീഡിയോസ് ഒക്കെ എടുക്കുന്നുമുണ്ട്. അപ്പോഴായിരുന്നു സോങ്ങും ക്ലാസ്സിലേക്ക് എത്തിയത്. ക്ലാസ് ഒക്കെ ഏകദേശം തീരാറായതായിരുന്നു. സോങ് എത്തിയത് തന്നെ ടാങ് ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കുവാനായിട്ടുണ്ടോ എന്നൊക്കെ ടാങ്ങും സോങ്ങിന്റെ അടുത്ത് ചോദിക്കുന്നു. ഇനി സോങ് ആകട്ടെ എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലൊക്കെ പിടിച്ചു നിൽക്കുക എന്നും തങ്ങളുടെ പ്രൊഡക്ട്സ് ഒക്കെ കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുവാനായിട്ട് എന്തൊക്കെ ചെയ്യണമെന്നും ടാങ്ങിനോട് ചോദിക്കുന്നു. അവനും ഓരോരോ കാര്യങ്ങളൊക്കെ അവൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ക്ലാസ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും സോങ് പോകുവാനായിട്ടൊക്കെ തയ്യാറെടുക്കുന്നു. കുറെ കുട്ടികള് തങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ടാങ്ങിന്റെ ചുറ്റും കൂടിയിരിക്കുകയാണ്. ഇനി സോങ് പുറത്തേക്ക് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ടാങ്ങും ഓടി സോങ്ങിന്റെ അടുത്തേക്ക് എത്തുന്നു. സോങ്ങും തന്നെ വീട്ടിലേക്ക് പോയിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവളുടെ സ്റ്റോറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ അതും എന്നോട് ചോദിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് സോങ്ങിന്റെ കൂടെ പോകുവാനായിട്ടാണ് ടാങ്ങും തീരുമാനിച്ചിരിക്കുന്നത്. അവർ രണ്ടുപേരും കൂടെ ഒന്നിച്ച് നടന്നു പോകുന്നതൊക്കെ തന്നെ ഷിയാനും കാണുന്നു. ഷിയാന്റെ ഫ്രണ്ടും നിന്റെ ആന്റിക്കും ഷോപ്പൊക്കെ ഉള്ളതല്ലേ, അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ സെമിനാർക്ക് കൂടുവാനായിട്ട് എത്തിയിട്ടുണ്ടാക്കുക എന്നൊക്കെ പറയുന്നു. സോങ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുവാനായിട്ട് പ്ലാൻ ഇട്ടിട്ടുള്ളതെന്ന കാര്യമൊക്കെ ടാങ്ങിനെ അറിയിച്ച് കഴിയുമ്പോഴത്തേക്കും ടാങ്ങും എല്ലാ തവണത്തെയും പോലെ നീ എല്ലാ കാര്യത്തിലും എപ്പോഴും ഒരു ശ്രദ്ധയൊക്കെ വയ്ക്കാറുണ്ടല്ലോ എന്നൊക്കെ പറയുകയാണ്. എന്തായാലും അവൾക്ക് എന്ത് സപ്പോർട്ടിന്റെ ആവശ്യം വന്നിട്ടുണ്ടെങ്കിലും അവനോട് പറയുവാനായിട്ട് മടിക്കരുതെന്നും കൂടി അവൻ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നു. ടാങ്ങും സോങ്ങിനൊരു ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുവാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ അവൻ നൽകുന്ന ഒരു ഗിഫ്റ്റും മേടിക്കുകയില്ല എന്നൊക്കെ അവളും വാശി പിടിച്ചിരിക്കുന്നു. നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു കത്തുകളെല്ലാം തന്നെ ഇപ്പോൾ സോങ്ങിനെയും അവൻ ഏൽപ്പിക്കുകയാണ്. അപ്പോഴാണ് മറ്റൊരു ഫ്ലാഷ് ബാക്ക് ഒക്കെ കാണിക്കുന്നത്. അതായത് ഈ ഒരു കത്തുകളെല്ലാം തന്നെ പണ്ട് സോങ് എഴുതിയതായിരുന്നു. 10 വർഷം കഴിയുമ്പോഴത്തേക്കും ആ ഒരു കത്തുകൾ അവർക്ക് ലഭിക്കുമെന്നതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നതും. അങ്ങനെ എഴുതിയ കത്തുകളാണ് ഇപ്പോൾ 10 വർഷം കഴിഞ്ഞ സമയത്ത് ഇവരുടെ കയ്യിലേക്ക് എത്തിയിട്ടുള്ളതും. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു എന്ന ഒരു രീതിയിലൊക്കെയാണ് സോങ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടാങ്ങും ഇനി അതിനെക്കുറിച്ച് ഒന്നും തന്നെ പറയുകയില്ല എന്ന് ഉറപ്പ് നൽകുന്നു. മാത്രമല്ല നമ്മൾ ഇപ്പോഴും ഫ്രണ്ട്സ് ആണല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നിച്ച് ഇന്ന് ഡിന്നറൊക്കെ കഴിച്ചാലോ എന്ന് ടാങ് ചോദിക്കുമ്പോഴത്തേക്കും സോങ്ങും അതിനോട് യോജിക്കുകയാണ്. അപ്പോഴായിരുന്നു അവൾക്കും സൂന്റെ ഒരു മെസ്സേജ് ഒക്കെ വരുന്നത്. സൂ നേരത്തെ തന്നെ ഡിന്നറൊക്കെ പ്ലാൻ ചെയ്തതായിരുന്നല്ലോ. ഇപ്പോൾ അവളാകട്ടെ നമുക്ക് മറ്റൊരു ദിവസം ഡിന്നറൊക്കെ കഴിക്കാമെന്ന് അവനോടും പറയുന്നു. ഗായോയും തിരിച്ചു പോകാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ആയിരുന്നു ബാഗൊക്കെ എടുക്കാനായിട്ട് മറന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവളും തിരിച്ചു പോയി ബാഗൊക്കെ എടുക്കാനായിട്ട് നോക്കുമ്പോഴത്തേക്കും ആയിരുന്നു ഡിന്നറൊക്കെ ക്യാൻസൽ ആയതുകൊണ്ട് തന്നെ പ്ലാൻ ഫെയിൽ ആയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സൂവും ഇരിക്കുന്നത്. എന്ത് പ്ലാനാണ് ഫെയിലായി പോയതെന്നൊക്കെ അവൾ ചോദിക്കുമ്പോഴത്തേക്കും ഇന്ന് ഒരാളുമായിട്ടൊരു ഡിന്നറൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഫെയിലായി പോയെന്ന് അവൻ പറയുകയാണ്. അത് കേട്ട ഉടനെ തന്നെ എന്നാൽ ഞാനുമായിട്ടൊരു ഡിന്നറിനൊക്കെ ഇന്ന് പോയാലോ എന്ന് അവളും ചോദിക്കുന്നു.
സ്ഥലം എത്തിയിട്ടും ഗായോ വണ്ടിയിൽ നിന്നും ഇറങ്ങുവാനായിട്ട് മടിച്ചിരിക്കുമ്പോഴത്തേക്കും ഗായോയ്ക്ക് വേണ്ടി സോൺ ഡോറൊക്കെ തുറന്നു കൊടുക്കുന്നു. ഇനി ഹീൽസിനൊക്കെ വളരെയധികം പൊക്കമായതുകൊണ്ട് തന്നെ അവൾക്കും തനിയെ ഇറങ്ങുവാനായിട്ട് സാധിക്കുകയില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സൂവും അവൾക്ക് ഒരു കൈയൊക്കെ കൊടുക്കുകയാണ്. പിന്നീട് ഗായോയും സൂന്റെ കൈയൊക്കെ പിടിച്ചുകൊണ്ട് റെസ്റ്റോറന്റിലേക്ക് നടക്കുമ്പോഴത്തേക്കും ആയിരുന്നു അതുവഴി സോങ്ങും ടാങ്ങും എത്തിയിട്ടുണ്ടായിരുന്നത്. ഇതെന്താ ഡേറ്റ് ആണോ എന്നൊക്കെ സോങ്ങും അവന്റെ അടുത്ത് ചോദിക്കുന്നു. പക്ഷെ അവനാകട്ടെ ഇതെന്റെ സിസ്റ്ററാണ്. അല്ല, ഞങ്ങൾ കുട്ടിക്കാലം മുതലേ അടുത്തടുത്തായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അവൻ പറയുമ്പോഴത്തേക്കും അപ്പോൾ നിന്റെ സഹോദരി ആയിരുന്നോ എന്നൊക്കെ അവളും എടുത്തു ചോദിക്കുന്നു. ഞാൻ സോയിന്റെ ബാല്യകാല സഖി ആയിരുന്നു എന്നൊക്കെ ഗായോയും എടുത്തു പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കെയാണ് ഗായോയും മുമ്പിലുള്ളത് സോങ് ആണെന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കുന്നത്. സോങ്ങിനെ കാണിക്കുവാനായിട്ട് ഗായോയും സൂവിന്റെ കൈയൊക്കെ പിടിച്ചതിന് ശേഷം എനിക്ക് വല്ലാതെ കാലൊക്കെ വേദനിക്കുന്നു എന്ന് പറയുകയാണ്. അത് കേട്ട് ഉടനെ തന്നെ എന്നാൽ ഞാൻ ലൂവിനെ വിളിച്ചിട്ട് നിന്നെ ഹോസ്പിറ്റലിലേക്ക് ആക്കുവാനായിട്ട് പറയാമെന്ന് സൂവും പറയുന്നു. അങ്ങനെ ഇരിക്കെ അവളും കുറച്ചു നേരത്തേക്കൊക്കെ ഞാനും വേദനയൊക്കെ സഹിച്ചോളാം എന്ന് പറഞ്ഞു നിൽക്കുന്നു. ഇനി ടാങ്ങും സൂവിനെ പരിചയപ്പെടുകയാണ്. ഞാൻ സോങ്ങിന്റെ ഫ്രണ്ട് ആണെന്നൊക്കെ ടാങ് പറയുമ്പോഴത്തേക്കും സൂവും കൈ കൊടുക്കുവാനായിട്ടൊക്കെ തയ്യാറെടുക്കുന്നു. പക്ഷെ അപ്പോഴായിരുന്നു സോങ്ങും ഇതെന്റെ എക്സ് ബോയ് ഫ്രണ്ട് ആണെന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ സൂവും കൈ കൊടുക്കുവാനായിട്ട് മടിക്കുന്നു. എക്സിനെയൊക്കെ സാധാരണ എല്ലാവരും അവോയ്ഡ് ചെയ്യാറല്ലേ പതിവുള്ളത് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും കുട്ടിക്കാലം മുതലേ ഒന്നിച്ചു വളർന്നവർ സാധാരണ ഫ്രണ്ട്സ് ആയിട്ടല്ലേ ഇരിക്കേണ്ടതെന്നൊക്കെ സോങ്ങും ചോദിക്കുകയാണ്. സോങ് വീണ്ടും എക്സുമായിട്ട് റിലേഷൻഷിപ്പിൽ ആയോ എന്നൊരു സംശയമൊക്കെ സോങ്ങിന് തോന്നുകയാണ്. ഇനി സോങ്ങിനാകട്ടെ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് പകരമായിട്ട് മറ്റൊരാളെ അവൻ കൂട്ടിക്കൊണ്ട് വന്നല്ലോ എന്നൊക്കെ ഓർക്കുന്നു. നമ്മൾ ഒരുപാട് മുതിർന്നു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു കാലത്ത് ആരും അവോയ്ഡ് ഒന്നും ചെയ്യാറില്ല എന്നൊക്കെ ടാങ്ങും പറയുകയാണ്. ഇനി സൂവിനും ആ ഒരു റെസ്റ്റോറന്റിൽ നിന്ന് ഫുഡൊന്നും കഴിക്കുവാനായിട്ട് ഒട്ടും തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷെ സോങ്ങും നീ എനിക്ക് ഫുഡൊക്കെ മേടിച്ചു തരാമെന്ന് പറഞ്ഞതല്ലേ, അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാമെന്നൊക്കെ സൂവിനോട് പറയുന്നു. ടാങ് നിന്റെ എക്സ് ബോയ് ഫ്രണ്ട് ആണെങ്കിൽ ഞാൻ സൂവിന്റെ എക്സ് ഗേൾ ഫ്രണ്ട് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗായോയും ഒരു കള്ളമൊക്കെ അവരുടെ മുമ്പിൽ വെച്ച് പറയുകയാണ്. പക്ഷെ ഗായോ അങ്ങനെ പറഞ്ഞത് സൂവിന് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. സൂവും അതിനെക്കുറിച്ചൊക്കെ ഗായോയുടെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും നിനക്ക് അവളെ ഇഷ്ടമാണോ എന്നൊക്കെ അവളും ചോദിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും തുല്യരായില്ലേ? അവൾക്കും ഒരു എക്സ് ബോയ് ഫ്രണ്ട് ഉണ്ട്, നിനക്കും ഒരു എക്സ് ഗേൾ ഫ്രണ്ട് ഉണ്ട്. ഇപ്പോൾ എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിച്ച് ഗായോയും അവന്റെ കൈയും പിടിച്ചുകൊണ്ട് റെസ്റ്റോറന്റ് അകത്തേക്ക് കയറുന്നു. ഗായോയും സൂവിന് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഓർഡർ ചെയ്യുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും വെയിട്രസും കപ്പിൾ സെറ്റ് ഒക്കെ വേണോ എന്ന് ചോദിക്കുകയാണ്. കപ്പിൾ സെറ്റ് ഒക്കെ മേടിക്കുകയാണെങ്കിൽ നമുക്ക് വേറെ ഫുഡൊന്നും ഓർഡർ ചെയ്യേണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സോങ്ങും കപ്പിൾ സെറ്റ് മേടിക്കാനായിട്ട് തീരുമാനിക്കുന്നു. സൂവിന് എരിവുള്ള ഫുഡൊന്നും ഇഷ്ടമില്ല. അതുകൊണ്ട് തന്നെ ഒരെണ്ണത്തിൽ അധികം എരിവൊന്നും ചേർക്കേണ്ടതായിട്ടില്ല എന്നൊക്കെ ഗയോ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും ടാങ്ങിനും എനിക്കും എരിവൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എരിവൊക്കെ കൂടുതൽ ആഡ് ചെയ്തോളുവാനായിട്ട് സോങ്ങും പറയുന്നു. ഗായോയും കൂടുതലായിട്ടൊക്കെ ടാങ്ങിന്റെ സോങ്ങിന്റെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചോദിക്കുകയാണ്. അവരും കോളേജിൽ പഠിച്ച 2 വർഷത്തോളം ഡേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന കാര്യം അറിയിക്കുന്നു. നിനക്ക് ഇന്നെന്തോ പരിപാടിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞതല്ലേ, അതെന്തായിരുന്നു എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ടാങ്ങിന് ഒരു സെമിനാർ ഒക്കെ ഉണ്ടായിരുന്നു. ആ ഒരു ക്ലാസ്സിൽ ഞാനും പങ്കെടുത്തു. അതായിരുന്നു ഇന്നത്തെ എന്റെ പരിപാടി എന്ന് അവളും അറിയിക്കുകയാണ്. രണ്ട് ടീമും കൂടുതൽ സ്കോർ ചെയ്യുവാനായിട്ടുള്ള പരിപാടിയൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കെ ഗയോയും ഓരോന്നൊക്കെ പറഞ്ഞ് സൂവിന്റെ കൈ പിടിച്ച് കഴിയുമ്പോഴത്തേക്കും സൂവും അവളുടെ കൈയൊക്കെ തട്ടി മാറ്റുന്നു. പിന്നീട് അവന്റെ കയ്യിലുണ്ടായിരുന്ന സോങ്ങിന്റെ കമ്മലൊക്കെ തിരികെ നൽകുകയാണ്. ഞാൻ ഇന്നലെ സോങ്ങിന്റെ വീട്ടിലായിരുന്നു കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് എനിക്ക് ഈ കമ്മലൊക്കെ കിട്ടിയതെന്ന് സൂ അറിയിക്കുമ്പോഴത്തേക്കും സൂവും കിടന്നിട്ടുണ്ടായിരുന്നത് അവിടുത്തെ സോഫയിലാണെന്നുള്ള കാര്യമൊക്കെ അവൾ എടുത്തു പറയുന്നു. ഇനി ആ ഒരു സോഫയിലൊക്കെ കിടക്കുവാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു എന്നൊക്കെ സോ പറയുമ്പോഴത്തേക്കും ഇനി എപ്പോഴെങ്കിലും നിനക്ക് താമസിക്കുവാനായിട്ടൊരു സ്ഥലമില്ലാതെ വരികയാണെങ്കിൽ ഒരിക്കലും എന്റെ വീട്ടിലേക്ക് വന്നേക്കരുതെന്നൊക്കെ പ്രത്യേകമായിട്ട് സോങ്ങും എടുത്തു പറയുന്നു. എന്റെ വീട്ടിൽ ഇഷ്ടം പോലെ റൂംസ് ഒക്കെ ഉണ്ട്, നിനക്ക് വേണമെങ്കിൽ എന്റെ വീട്ടിൽ വരാമെന്നൊക്കെ ടാങ് പറയുന്നുണ്ടെങ്കിൽ പോലും സോങ്ങും ഒരുപോലെ അത് വേണ്ടെന്ന് തീരുമാനിക്കുന്നു. ടേബിളിൽ ഫുഡൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്കും കയോയ്ക്കും അതൊന്നും മുറിക്കുവാനായിട്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് സൂവിനെ കൊണ്ട് ഫുഡൊക്കെ മുറിപ്പിക്കുകയാണ്. ഇനി ടാങ്ങിന്റെ പ്ലേറ്റിൽ ഉണ്ടായിരുന്ന സോങ്ങിന് ഏറ്റവും ഇഷ്ടമുള്ള വെജിറ്റബിൾ ഒക്കെ അവൾക്ക് വേണ്ടി നൽകുന്നു. സോ ഇപ്പോൾ ഗായോയ്ക്ക് വേണ്ടി ഫുഡൊക്കെ വായിൽ വെച്ച് കൊടുക്കുകയാണ്. അത് കണ്ട് കഴിയുമ്പോഴത്തേക്കും സോങ്ങും പെട്ടെന്ന് തന്നെ റെസ്റ്റ് റൂമിലേക്കൊക്കെ പോകുന്നു. സോങ്ങിന്റെ പിറകെ തന്നെ ഗായോയും പോകുന്നുണ്ട്. ഞാനൊന്ന് ട്രിപ്പിന് പോയ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ നീയും സോങ്ങിനെ കയ്യിലെടുത്തു അല്ലേ എന്നൊക്കെ ഗായോ ചോദിക്കുകയാണ്. പക്ഷെ അതെല്ലാം തന്നെ വിധിയുടെ കടന്നുകയറ്റമായിട്ടായിരുന്നു സോങ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോങ്ങിന് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയാത്തവരൊക്കെ ആണെങ്കിൽ സൂ അവൾക്കത് പറഞ്ഞു കൊടുക്കുമെന്നും ഇനി സൂവിന് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയാത്തവരൊക്കെ ആണെങ്കിൽ സോങ് അത് പറഞ്ഞു കൊടുക്കുമെന്നുമൊക്കെ അവൾ പറയുന്നു.
അതൊന്നുമല്ലാതെ നിന്നെ പോലെ മീറ്റ് ഒന്ന് കട്ട് ചെയ്യാൻ പോലും സാധിക്കാതെ അവനെ കൊണ്ട് കട്ട് ചെയ്യിക്കണായിരുന്നു എന്നൊക്കെ അവളും ചോദിക്കുകയാണ്. ഞാനും സൂവും കുട്ടിക്കാലം മുതലേ ഒന്നിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സൂവിന് എന്നെയാണ് ഏറ്റവും ഇഷ്ടമെന്നൊക്കെ കയോ പറയുന്നുണ്ടെങ്കിൽ പോലും എന്തൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? നീ അവന്റെ എക്സ് അല്ല എന്നൊക്കെ സോങ്ങും ചോദിക്കുകയാണ്. അങ്ങനെയിരിക്കെ എനിക്ക് എക്സിന്റെ സ്ഥാനമെങ്കിലും ഉണ്ടല്ലോ എന്നൊക്കെ കയോ പറയുമ്പോഴത്തേക്കും ശരിക്കും കയോയും സൂവും എക്സ് അല്ല എന്ന കാര്യമൊക്കെ നന്നായിട്ട് തന്നെ തനിക്ക് അറിയാമെന്ന് സോങ്ങും പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നു. അപ്പോൾ ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.